അയ്യോ ഒച്ചണ്ടാക്കല്ലേ, ഇവിടെ നിറച്ച് കൊതുകാണ്. ഞാൻ കുറച്ച് കുന്തിരിക്കാൻ പോച്ചാ. കൊതുക് ചാവാൻ മോസ്കിറ്റോ മാറ്റി വെച്ചാ പോരെ? കൊതുക് നമ്മളെ പോലെയുള്ള ഒരു ജീവിയല്ല ശാലിനി. കൊതുക് ചാകുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശ്വസിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താവും? ചേട്ടൻ കൊള്ളാവല്ലോ. ഞാനിതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ്, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ട്? പാലെനിക്ക് ശീലമില്ല, ശാലിമണി കുടിച്ചോ? പാല് എനിക്കും ഇഷ്ടമല്ല. പിന്നെ സിനിമയിലൊക്കെ അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടയ്ക്കണ്ട. ഓ, ഇവന്റെ ഒരു കാര്യം. പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശാലിനി. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി അല്ല, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം, ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോട് ഒരു വാക്കുകൂടി ചോദിക്കണ്ട. ആ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ കിടക്കാല്ലേ? ശാലിനി എന്തുപറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം. ശാലിനി വീട്ടിൽ പോവാം, ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ കൂട്ടാലോ? എപ്പോഴും സോമ ചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പാലാർക്ക് നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ അങ്ങ് വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരവും. ഇതാ? ആ, ഇതെവിടെയെങ്കിലും ഭദ്രോട്ട് വെക്കണം. ഇതെന്താ? പുള്ളിക്കാരൻ ഇത് വെച്ചാ പല്ല് കേൾക്കുന്നേ. ഇതാ? ആ ബെസ്റ്റ്. എന്തേ കാണിക്കണേ? ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയറാ. ആ, കൊടൈക്കനാലെത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ, തിരിച്ചിങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളമൊക്കെ?
ആ സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറി തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ സോമ? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ ചെല്ലു ചെല്ലു. അമ്മ, ഞാൻ ഇല്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. പോയിട്ട് വാ മോളെ. പോയിട്ട് വരാം. എങ്ങനെയുണ്ട് ശരി. ശാലിനി? കേറി വണ്ടി എടുക്കടോ. ഹണിമൂണ് ചേച്ചി വിളിച്ചില്ലേ അവര്? ഓ നമ്മുടെ മൂണൊക്കെ കഴിഞ്ഞില്ലേടിയേ? ഓ ആ ഇവിടെ ഇവിടെ ഇവിടെ. ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇവിടെ അവന്റെ അച്ഛനുള്ളപ്പോ വന്നതാ. വെയിറ്റിംഗ് ചാർജ് തന്നാ മതി. ആട്ടിറച്ചി പപ്സ് ഉണ്ടോ? ആടാ, മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. പച്ചക്കറി എന്റെ പട്ടി തിന്നു. നീ മീറ്റ് ചിക്കൻ ഓരോന്ന് പൊതിഞ്ഞെടുത്തേ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് കൊടൈക്കനാലിലേക്കുള്ള വഴി. ആ ശാലിനി, മഴവിൽക്കാവിടെ സിനിമ കണ്ടതല്ലേ? ഞാൻ ആ പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ശോ, അബ്രവാളയിൽ സത്യനന്ദിക്കാട് വിരചിച്ച ചലച്ചിത്ര കാവ്യമല്ലേ? ഏ ആ, അല്ല, നല്ല കലക്കം പടമാന്ന് പറഞ്ഞാ. എടോ, നമുക്ക് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോവാം. ഓ മൈനാക പൊന്മുടിയിൽ പൊന്നിനി നീ 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 നീ. ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. ഉണ്ടെങ്കി ഇട്. പറയുമ്പോ തന്നെ മൈനാകം വരുമോ? നോക്കട്ടെ. താനിട് പറയുന്നത് കേട്ടാ മതി. എന്നാ. അയാള് മൈനാകം. ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു. നമുക്ക് കുറെ സമയമുണ്ട്, യാതൊരു ധൃതിയില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കയറിയാൽ മതി. എന്തൊരു അനുഭൂതിയല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അമ്മേനെയും കൂട്ടാം അല്ലേ? വേണ്ടേ? നമുക്കേ കുറച്ചധികം പഞ്ചാമൃതം വാങ്ങിയിട്ട് ശാലിനിയുടെ വീട്ടിൽ കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിക്കോട്ടെ. അതൊന്നും വേണ്ട. നമ്മളിവിടെ കയറിയ കാര്യം എൻ്റെ വീട്ടുകാർ അറിയണ്ട. വാ. ഒരാഴ്ച കടന്നുപോയതറിഞ്ഞില്ല. നിരീശ്വരവാദിയായ സോമൻ ചേട്ടൻ എൻ്റെ തടി കുറയ്ക്കാനുള്ള ആദ്യപടിയായിട്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു.